പാദപീഡേ ഞാൻ തുണയെനിക്കേകിടേണമേ. അണയുന്നു പാദപീഡേ ഞാൻ. 34 സങ്കീർത്തനം 12 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ശുഭകാലം ഇച്ഛിക്കുകയും ചെയ്യുന്നവനാര്? ലോകത്തിൽ നമുക്ക് ഇന്ന് നമുക്കറിയാൻ കഴിയുന്നത് 1000-ൽ പരം കോടി മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. അവര് ഇത്രയും മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. ഈ 1000-ൽ പരം കോടിയും ദൈവത്തിനുള്ളവരാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നില്ല. പിന്നെയോ, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, ചെറിയൊരു കൂട്ടം, വളരെ ചെറിയൊരു കൂട്ടം ഇതിൽ ദൈവത്തിനുള്ളതാണ്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെയോ? അതെല്ലാം പിന്നീടുള്ള ചരിത്രമാണ്. കാരണം ദൈവത്തിന്റെ മുന്നറിവിൻ പ്രകാരം ജനിച്ചവരുണ്ട്. മനുഷ്യൻ പാപത്തിൽ വീണതിന് ശേഷം ദൈവത്തിന്റെ എതിരാളിയായ സാത്താൻ അവകാശം പറഞ്ഞ് ജനിപ്പിച്ചവരുമുണ്ട്. ഇങ്ങനെ 2 വിഭാഗം മനുഷ്യരുടെ ഇടയിൽ ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതില് ദൈവത്തിന്റെ ജനത്തെ നീതിമാന്മാരെന്നും അല്ലാത്തവരൊക്കെയും നീതിമാനെ പകയ്ക്കുന്നവരെന്നും യഹൂദനെ പകയ്ക്കുന്നവരെന്നും ദൈവത്തിന്റെ ശത്രുക്കളെന്നും മുതലായിട്ടുള്ള കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അവരുടെ എല്ലാം ജീവിതം നമ്മൾ സൂക്ഷിച്ച് പരിശോധിച്ച് ചെല്ലുമ്പോൾ മാത്രമേ അത് വെളിപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്ന വിഷയം, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ശുഭകാലം ദീർഘായുസിക്കുകയും ചെയ്യുന്നവനാര്? ജീവനെ ആഗ്രഹിക്കാത്ത ഒരൊറ്റ മനുഷ്യനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അധികം മനുഷ്യർക്കും ജീവനെ ആഗ്രഹമുണ്ട്. അത് എന്തിനാണ് അവര് ജീവനെ ആഗ്രഹിക്കുന്നത്? ജീവനെ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ജനമാണെങ്കിൽ അത് മരണഭയം കൊണ്ടാണ്, മരിക്കുമെന്നുള്ള ഭയം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അവർക്ക് മരണഭയം ഉണ്ടാകുന്നത്? മരണഭയം ഉണ്ടാകുന്നത് പാപബോധം കൊണ്ടാണ്. പാപിയാണ് എന്നുള്ള അറിവാണ് അവർക്ക് മരണഭയം ഉണ്ടാക്കിയത്. എന്തുകൊണ്ടാണ് അവര് പാപബോധം അവർക്കുണ്ടായിരിക്കുന്നത്? അവര് ദൈവം മുൻകണ്ടിട്ടുള്ളവരാണ്. അവർക്ക് മാത്രമേ ക്രിസ്തുയേശു ആരെന്ന് യഥാർത്ഥത്തിൽ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. വേറെ ആർക്കും അതിന്റെ വില മനസ്സിലാവില്ല. വേറെ ആർക്കും ആ യേശു ആരെന്നുള്ളതിന്റെ, നമ്മളിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിന്നാലും യേശുവിനെ കുറ്റം പറയുന്നവരുണ്ട്, യേശുവിനെ കുറച്ച് കാണുന്നവരുണ്ട്, യേശുവിനേക്കാൾ വലിയതാണ് യേശുവിൻ്റെ അമ്മയെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എല്ലാം ശരി, അതിനൊന്നിനും നമ്മൾ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. യേശു ആരെന്ന് അറിഞ്ഞ് അതിൻ്റെ വിലയനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള പൂർണ്ണമായ ഗൗരവത്തിൽ, പൂർണ്ണമായ അർഹിക്കുന്ന പ്രാധാന്യത്തിൽ യേശുവിനെ അറിയണമെങ്കിൽ അവന് പാപബോധം വരുന്നവനായിരിക്കണം. അവന് ദൈവഭയം, അവന് മരണഭയം ഉണ്ടാകും. മരണഭയമുള്ളവൻ ജീവനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ആ വ്യവസ്ഥ. ലോകത്തിലെ മനുഷ്യൻ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ജീവനെ ആഗ്രഹിക്കാത്ത ആരുമില്ല. എല്ലാവർക്കും ജീവനെ ആഗ്രഹമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ മരിച്ചു പോയി കഴിഞ്ഞാൽ പോയില്ലേ. ഇത് ആ ഭയമല്ല. പിന്നെയോ, നമ്മൾ എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന് ധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. യേശു ലോകത്തിലേക്ക് വന്നത് ഈ മരണഭയത്തിലിരിക്കുന്നവരെ വിടുവിക്കാനാണ്. അതായത് ജീവനെ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് മരണഭയം? മരണഭയം ഇല്ലാത്തവർ മിക്കവാറും ആരുമില്ല. ഏശാവും മരണഭയമാണ്. എന്തുകൊണ്ട്? പാപബോധം കൊണ്ട് മരണഭയം.
ഞാൻ മരിക്കുമല്ലോ, പാപബോധം കൊണ്ടുള്ള മരണഭയം. അങ്ങനെയുള്ളവരെയാണ് യേശു രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോ ജീവനെ ആഗ്രഹിക്കുന്നത് മരണഭയം കൊണ്ടാണ്. മരണഭയം പാപബോധം കൊണ്ടാണ്. പാപബോധം അവൻ ദൈവത്തിനുള്ളതെന്നുള്ളത് തെളിവാണ്. ശീമോനും തൻ്റെ ഭവനത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചു. വീട്ടിൽ വന്നു. എല്ലാ വിഭവങ്ങളും ഒരുക്കി. എല്ലാ മാംസങ്ങളും വീഞ്ഞും മേത്തരമായിട്ടുള്ളതെല്ലാം കാണും. കാരണം അത്ര ധനവാനാണ്. പക്ഷേ അവൻ വന്നു. ഒരു യഹൂദൻ, തൻ്റെ ശ്രേഷ്ഠനായ ഒരു യഹൂദനാണ് വരുന്നതെങ്കിൽ അവന് വരുമ്പോഴേ വിശുദ്ധ ചുംബനം കൊടുക്കണം, കാല് കഴുകാൻ വെള്ളം കൊടുക്കണം, തൈലം പൂശണം. ഒരു യഹൂദന് ചെയ്യേണ്ട മര്യാദയുണ്ട്. അത് കാര്യം അവൻ ചെയ്തില്ല. കാരണം അത്രേ കണക്കൂട്ടിയിട്ടുള്ളൂ. അവൻ അവിടെ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാൾ, ഒരു പ്രവാചകനായിരിക്കാം. വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്നു. കാരണം വിളിച്ചവൻ അത്രമാത്രം ധനികനാണേ. സമൂഹത്തിൽ മാന്യതയുള്ള ഒരുത്തനാണ് വിളിച്ചിരിക്കുന്നത്. ശിമോൻ വിളിച്ചിരിക്കുന്നത്. കൊണ്ടുവന്ന് എല്ലാ വിഭവങ്ങളും കൊടുത്തു. പക്ഷെ മറിയ നോക്കിയപ്പോൾ അങ്ങനെയല്ല കണ്ടത്. മറിയയ്ക്ക് ആ ആളുടെ വിലയറിയാം. അവൾ കണ്ണുനീരുകൊണ്ട് കാല് കഴുകി, തൈലം പൂശി, പാദം ചുംബിച്ചു. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, വളരെ ലഭിച്ചവൻ വളരെ സ്നേഹിക്കുന്നു, കുറച്ച് ലഭിച്ചവൻ കുറച്ച് സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, ശീമോൻ ചെയ്തതെന്താ, അവൾ ചെയ്തതെന്താ? ശീമോൻ അവിടെ എത്രയായിരം രൂപ മുടക്കി കാണും. ഒരു കാളയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇതിൽ എത്ര രൂപ മുടക്കി കാണും, എത്ര രൂപ അവിടെ ചെലവഴിച്ച് കാണും. എല്ലാം ഭയങ്കര കാര്യങ്ങളെല്ലാം അവിടെ നടന്നു. പക്ഷേ യേശു പ്രസാദിച്ചത് മറിയ ചെയ്തതില്ല. കാരണം ഇവൻ ഇതെല്ലാം ചെയ്തതിന് ശേഷം യേശു അവനെ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ നിന്റെ വീട്ടിൽ വന്നില്ലേ? വന്നു. നീ എനിക്ക് എന്തെല്ലാം തന്നില്ലെന്നല്ല ചോദിച്ചത്. നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. നീ എൻ്റെ കാലിന് വെള്ളം തന്നോ? ഇല്ല. എൻ്റെ തൈലം പൂശിയോ? ഇല്ല. എന്നെ ചുംബിച്ചോ? ഇല്ല. ഒരു യഹൂദൻ, മാന്യനായ ഒരു യഹൂദനാണെങ്കിൽ നീ ചെയ്യൂലേ? നിശ്ചയമായിട്ടും നിന്റെ സമൂഹത്തിൽ നീ ആഗ്രഹിക്കുന്ന തരത്തിൽ ശ്രേഷ്ഠനായ ഒരു യഹൂദനാണെങ്കിൽ നീ അത് ചെയ്യില്ലേ? ചെയ്യും. അത് ചെയ്തില്ല. കാരണം ഈ വന്നവനെ അത്രേ വില മതിച്ചിട്ടുള്ളൂ. എന്ന വില മതിച്ചവളുണ്ട്. അവൾക്കറിയാം ഇതാരാന്ന്. അവൾക്കാരാ ഈ തൻ്റെ പാപബോധത്തിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വരാനേ, പാപബോധത്തിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വരണമെങ്കിൽ യഥാർത്ഥത്തിൽ അത് യഹൂദനെ സാധിക്കും. പാപബോധം, അയ്യോ ഞാൻ ചെയ്ത തെറ്റ്. അതാ യാക്കോബിനെ നീതീകരിച്ചത് കർത്താവ്. നേരം വെളുക്കാറായിട്ട് അവന്റെ കണ്ണുനീര് മാറിയില്ല. ദൂതൻ പറഞ്ഞു, നീ എന്നെ വിടുക, എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ല, അത് ഞാൻ നിന്നെ വിടില്ല. ദൂതനെ പിടിച്ചു നിർത്താൻ ആർക്ക് സാധിക്കും? ഒരു ദൂതനെ പിടിച്ചു നിർത്താൻ ആർക്ക് സാധിക്കും? അശ്വര്യ പാളയത്തിൽ 1,85,000 പേരെ ഒരു ദൂതൻ സംഹരിച്ചെന്ന. ദൂതൻ വന്ന് സംഹരിച്ചു കളഞ്ഞു. അത്രയും ശക്തനായാണ് ഒരു ദൂതൻ എന്ന് പറയുന്നത്. ഈ ദൂതനാണ് ദൂതനോടാണ് യാക്കോബ് വെല്ലുവിളിച്ചെന്ന് പറയുന്നത്. അനുഗ്രഹിപ്പാൻ കൽപ്പനയുള്ള ദൂതനാണ്. നേരം വെളുത്തിട്ടും വിട്ടുപോകുന്നില്ല. കാരണം യാക്കോബിന്റെ കണ്ണുനീര് അങ്ങനെയാണ്, പാപബോധത്തിൽ നിന്നുള്ളതാണ്. ഞാൻ ഇത്രയെല്ലാം നേടി, എൻ്റെ സഹോദരനെ വഞ്ചിച്ചു, അപ്പനെ വഞ്ചിച്ചു, എൻ്റെ അമ്മായി അപ്പനെ എന്നെ വഞ്ചിച്ചു, എല്ലാ കാര്യങ്ങളിലും ഞാൻ, എൻ്റെ ദൈവം ഇത്രയെല്ലാം എനിക്ക് നൽകി. പക്ഷേ ഇപ്പോഴും എൻ്റെ പാപം എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. പാപബോധത്തിൽ നിന്ന് വരുന്ന കണ്ണുനീരിനെ ദൈവം മറികടന്ന് പോകുകയില്ല. കണ്ണുനീര് അനേകം പേർക്കുണ്ട്. സഹോദരൻ, ദൈവത്തിന്റെ വചനം പറയുന്നത്, യേശുവിന്റെ വില അറിയണമെങ്കിൽ, യേശു ആരെന്നറിയണമെങ്കിൽ പാപബോധം വേണം. മറിയ നോക്കി, അവൾ കരഞ്ഞുകൊണ്ട് നിന്നു.
ഒരു മനുഷ്യന്റെ കാല് കണ്ണുനീരുകൊണ്ട് കഴുകണമെങ്കിൽ എത്രമാത്രം കണ്ണുനീർ വരണം? അവൾ പാദം ചുംബിച്ചു, തൈലം പൂശി. കർത്താവ് അവൾക്ക് ഭക്ഷിപ്പാനോ അവൾ കർത്താവിന് ഭക്ഷിപ്പാനോ പാനം ചെയ്യാനോ ഒന്നും കൊടുത്തതായിട്ട് എഴുതിയിട്ടില്ല. പക്ഷെ അവളെക്കുറിച്ച് പറയുകയാണ്, അവൾ വന്ന സമയം മുതൽ എൻ്റെ പാദം ചുംബിച്ചു, എന്നെ തൈലം പൂശി, എൻ്റെ 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 കാല് കഴുകി. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ക്രിസ്തു ആരെന്നറിയാവുന്ന ഒരു കൂട്ടം ഇന്നും ലോകത്തിലുണ്ട്. അത് ധനവാന്മാരല്ല, ആരോഗ്യവാന്മാരല്ല, കുലീനന്മാരല്ല, പിന്നെയോ പാപബോധമുള്ളവര്. എൻ്റെ ഉള്ളം. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ലോകത്തിലുള്ള സകല കാര്യങ്ങളും അവർ പഠിക്കാം. തൻ്റെ ഉള്ളതിലേക്ക് നോക്കുമ്പോൾ ഞാൻ ശരിയല്ലെന്ന് പറയാൻ, എൻ്റെ ഉള്ളിലേക്ക് നോക്കിയതിന് ശേഷം, ദൈവമേ, എനിക്കാണോ നീ സ്വർഗാദി സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഈ എനിക്കാണോ നീ പറഞ്ഞിരിക്കുന്നേ? മോശ പറഞ്ഞതുപോലെ, കർത്താവ് നിനക്ക് ബോധിച്ച വേറെ ആരെങ്കിലും നോക്കിക്കോ, ഞാൻ ആരാ ഇതിനൊക്കെ? നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോകാൻ ഞാൻ ആരുമല്ല. ദയവ് ചെയ്ത്, ഞാൻ 40 വർഷമായി ഈ ആടുകളുടെ പിന്നാലെ നടക്കുന്നു. നീ ബോധിച്ച ആരെങ്കിലും തിരഞ്ഞെടുത്തോ? മുമ്പൊക്കെ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. തന്നെ തന്നെ കാണുന്ന ഒരു വിഭാഗം ഈ ലോകത്തിൽ കർത്താവ് വേർതിരിച്ചിട്ടുണ്ട്. അവിടെയാണ് തനിക്കുള്ളവരാര്. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ 1000 കോടി ജനമുണ്ടെങ്കിൽ ഇതിൽ തനിക്കുള്ളത് എത്ര പേരുണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. അടയാളങ്ങൾ, അത് ഏറ്റവും വലിയ അടയാളമാണ് പാപബോധത്താൽ ഒരു തുള്ളി കണ്ണുനീര്, പാപബോധത്താൽ നിറയുന്ന കണ്ണുകൾ. അതിനെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. രണ്ടാമതാണ് നമ്മൾ കേട്ടത്, ശുഭകാലം കാണേണ്ടതിന് നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുന്നവൻ. അവിടെയാണ് ദീർഘായുസ് ഇച്ഛിക്കാത്ത ആരുണ്ടോ? ജീവനെ ആഗ്രഹിക്കാത്ത ആരുമില്ല. പക്ഷെ അതിന്റെ വ്യവസ്ഥ മനസ്സിലാക്കി. ഇനി നന്മ കാണേണ്ടതിന് ദീർഘായുസ് ചെയ്യാത്ത ആരുള്ളേ? 100 വയസ്സ്, 90 ഒരാള് പറയാ, 90 വയസ്സുള്ള ഒരാള് ഹാർട്ട് 90 92 വയസ്സുള്ള ഒരു എത്രയോ ഉള്ള ആള് ഓപ്പറേഷന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുക വടക്കേന്ത്യയില. കാരണം ഇനി ഓപ്പറേറ്റ് ചെയ്ത് അതൊന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ഒരു 10-15 വർഷത്തോടു കൂടി കിട്ടും. അയ്യോ, ദീർഘായുസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം അറിയാമോ? അതൊക്കെയും മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവരെ, കൊലക്കയറിലേക്കൊക്കെ കൊണ്ടുപോകുന്നവരുടെ അനുഭവം നമ്മൾ കേൾക്കണം. അപ്പോഴാണ് ദീർഘായുസിന്റെ വില അറിയുന്നത്. ദീർഘായുസിന്റെ ഒന്നും നമുക്കറിയാൻ പാടില്ല. അസ്തമിക്കുന്നു എന്ന് പറയണം. നമുക്കറിയാൻ പോലെ ഏത് സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ അസ്തമിച്ചു പോകുന്നു, അത് കാര്യമില്ല. ഇത് ഇത്രാം തീയതി ഇന്ന ടൈമിന് അസ്തമിക്കുമെന്ന് പറയണം. അവന്റെ ജീവിതം മാറും. അവന്റെ ജീവിതം മാറിപ്പോകും. കാരണം വചനം പറയുന്നത്, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നാളെണ്ണിയാൽ, നാളെ നിശ്ചയിച്ചാൽ തന്നെ ജ്ഞാനം വരും. എന്ത് ജ്ഞാനമാ? മരണ ദിവസം അറിഞ്ഞു കഴിഞ്ഞാൽ താൻ ഈ ലോകത്തിലുള്ള ജ്ഞാനം മുഴുവൻ പ്രാപിക്കുന്ന അല്ല. ഞാൻ ആരാണ്? എൻ്റെ കർത്താവ് ആരാണ്? ദൈവം ആരാണെന്ന് യഥാർത്ഥത്തിൽ പഠിക്കണമെങ്കിൽ നാളെ നിശ്ചയിക്കണം. യഥാർത്ഥത്തിൽ അഹങ്കാരികളുടെ ഹൃദയാവസ്ഥ എന്നാണെന്നറിയോ? മരിക്കില്ലെന്നാ. മരണത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ദൈവഭയമുള്ളവന്റെ ഏറ്റവും വലിയ ചിന്ത എന്നറിയാമോ? അവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. തങ്ങളുടെ അല്പത്വം ചിന്തിക്കുന്നു, തങ്ങൾ ക്ഷണീകരെന്ന് ചിന്തിക്കുന്നു, അല്പവാസികളെന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നാം എല്ലാവരും
ദീർഘായുസ് ഇച്ഛിക്കുന്നവരാണ്. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, ദീർഘായുസ് ഇച്ഛിക്കാത്ത ആരാന്ന്? ആരുമില്ല. എല്ലാവരും ഉണ്ട്. ലോകത്തിൽ ജീവിക്കുന്ന 99.9% ആളുകളും ദീർഘായുസ് ഇച്ഛിക്കുന്നവരാ. പക്ഷേ ദൈവത്തിനുള്ള ജനത്തിന്റെ പ്രത്യേകത എന്താ? ദൈവത്തിനുള്ള ജനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നന്മ കാണേണ്ടതിനാണ്. നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാര്? അപ്പൊ കർത്താവിനോട് ക്രൂശിക്കപ്പെട്ട കള്ളനും ദീർഘായുസ് ഇച്ഛിക്കുക. നീ ദൈവപുത്രനല്ലേ, ക്രൂശിൽ നിന്ന് ഇറങ്ങ്, ഞങ്ങളെ ഇറക്ക് മുതലായിട്ട് പറയുന്ന ആ ദൈവപുത്രനും ദീർഘായുസ് ഇച്ഛിക്കുന്നവനാ. പക്ഷേ അവൻ ദീർഘായുസ് ഇച്ഛിക്കുന്നത് ഇനിയും തൻ്റെ പണി തുടരാനാ. തൻ്റെ പണി കളവും പിടിച്ചു പറയും ഈ ലോകത്ത് കുറച്ചുകൂടെ കൊണ്ട് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ്. പക്ഷേ ദൈവഭക്തൻ ദീർഘായുസ് ഇച്ഛിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ല. പിന്നെയോ നന്മ കാണേണ്ടതിന്. നന്മ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, നീതിയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുന്നവൻ. അങ്ങനെ ഉള്ളവനാണ് അവസാനം എന്ത് വരുന്നതെന്നറിയാമോ? അങ്ങനെ നന്മ കാണണം, അതിനെനിക്ക് ദീർഘായുസ് വേണമെന്ന് ആഗ്രഹിച്ച്, ഒരിക്കലും മരിക്കാത്തൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാ ദൈവഭക്തന്മാർ. അങ്ങനെ ജീവിച്ച് ഒരു നാൾ മനസ്സിലാവും, അയ്യോ ഈ ലോകത്തിൽ നീതി വസിക്കുന്ന, നീതിയുള്ള ഒരു ജീവിതം, നീതിയുള്ള ഒരു അനുഭവം ഉണ്ടാകില്ല. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് കർത്താൻ വാഴ്ത്തുള്ളതുപോലെ ഈ ലോകത്തിൽ നിന്ന് നീതിയും സമാധാനം കിട്ടില്ല. കാരണം ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാണ്. കാണുന്നതും കേൾക്കുന്നതും മുഴുവനും അനീതിയും അക്രമവുമാണ്. അങ്ങനെ അവനൊരു സ്ഥിതിയിലെത്തും. ഏത് സ്ഥിതിയിലാണെന്നറിയാവോ? മതി കർത്താവ്, മതി, ഇനി കർത്താവിൻ്റെ രാജ്യത്തിൽ ജീവിച്ചാൽ മതി. അവനെയാണ് ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുന്നവനെന്ന് പറയുന്നത്. ദീർഘായുസ് കൊണ്ട് ഞാൻ അവൻ്റെ തൃപ്തി വരുത്തുമെന്ന് പറയുന്നു. അവനാണ് ഇവിടെ നിന്ന് പോയതിനു ശേഷം നല്ലൊരു പുനരുദ്ധാനം പ്രാപിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദൈവം മുൻകണ്ടിട്ടുള്ളവരുടെ അടയാളമാണ്. ജീവനെ ആഗ്രഹിക്കും. രണ്ടാമത്തത് നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കും. ദീർഘായുസ് ആവശ്യമാണ്, അത് നന്മ കാണേണ്ടതിനാണ്. നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുന്നതിൻ്റെ അവസാനം എന്നറിയാമോ? ഈ ലോകത്തു നിന്ന് എനിക്കത് കിട്ടില്ല, ഈ ലോകത്തു നിന്ന് എനിക്കത് പ്രാപിപ്പാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി മതി, സന്തോഷം, ഇത്രയും കാലം എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ മതി, കർത്താവിന് സാക്ഷ്യം പ്രാപിച്ചാൽ മതി. അങ്ങനെ ഈ ലോകത്തിൽ അവസാനിച്ച് ക്രിസ്തുവിൽ തൻ്റെ ആയുഷ്കാലം പൂർത്തിയാക്കുന്നവനാണ് ദൈവത്തിൻ്റെ വചനപ്രകാരം ദീർഘായുസിച്ചിരിക്കുന്നവൻ. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ കേൾക്കാൻ ഇടയായി തന്നത്, ദൈവത്തിൻ്റെ ഭക്തനാര്, അല്ലാത്തവരാര്? ഇതാ നമുക്ക് നിത്യജീവനും നീതി വസിക്കുന്ന ലോകവും വാഗ്ദാനം ചെയ്തിട്ടുള്ള കർത്താവ് അത് നമുക്ക് നൽകി തരുവാൻ ശക്തനായിട്ട് മതിയായവനായിട്ട് വന്നു നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിനുള്ളവരെന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് മരണഭയം, പാപബോധം, ക്രിസ്തുവേശ്വാരെന്നുള്ള അറിവ്, ക്രിസ്തുവേശിനെക്കുള്ള പരിജ്ഞാനം പൂർണ്ണമായി ഗ്രഹിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമുക്ക് എന്ത് ചെയ്തുവെന്ന് നാം ഓർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.